ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാലേ ഒരു അടിപൊളി ഒരു മസാജിങ്ങും ഒരു ഫേസ് മസാജിങ്ങും പിന്നെ ഒരു അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ള എനിക്ക് വിജയിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടി, നല്ല അടിപൊളി കിടിലൻ റിസൾട്ട് കിട്ടിയിട്ടുള്ള എൻ്റേതായ രീതിയിലുള്ള കുറച്ച് ബ്യൂട്ടി ടിപ്പുകളും പിന്നെ എൻ്റേതായ രീതിയിലുള്ള പാചക രീതികളും ഒക്കെയാണ് ഞാൻ ഇതിലിടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അതിനടുത്ത് തന്നെ ഒരു ബെല്ല് ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓണാക്കി വെച്ചാൽ അതിനകത്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അത് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. കാരണം ഞാനിടുന്ന എന്തെങ്കിലും വീഡിയോ അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അതോടുകൂടി തന്നെ എൻ്റെ ഈ ചാനൽ, എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് കൂടി തരണേ, അതുകൂടി ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു ഫേസ് മസാജാണ് ചെയ്യുന്നത്. ഫേസ് മസാജ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ തേച്ച് കുളിക്കാനായിട്ടൊരു എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും മോനും ഒക്കെ അത് തേച്ചാണ് കുളിക്കുന്നത്. അപ്പം ആ എണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാൻ ആ എണ്ണയിലേക്ക് പിന്നെ കുറച്ച് കുങ്കുമാതിത്തൈല ഒരു 2-3 തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും കൂടി ഇട്ടാണ് ഞാൻ ഫേസ് മസാജ് ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നത്. അപ്പം അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 3 തുള്ളി മതി, 3 തുള്ളി മാത്രം മതി. അത് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ആഴ്ച ഒരിക്കലൊക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ഈ ചുളിവുകളും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പുകളും ഒക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കണ്ണിന് ചുറ്റുമൊക്കെ നമ്മളിങ്ങനെ ചെറിയ രീതിയിലൊരു ജെൻറ്റിൽ മസാജൊക്കെ കൊടുക്കുമ്പോൾ അത് വളരെ നല്ലതായിട്ട് തന്നെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറും. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ മസാജ് ചെയ്യണം. ഒരു 10-15 മിനിറ്റ് കൂടുതലെങ്കിലും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഞാനാണെങ്കിൽ ഇതിങ്ങനെ സ്പീഡിലാക്കി ഇട്ടേക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന പോലെ തോന്നും. നമ്മൾ സമയമെടുത്ത് തന്നെ രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ ആ സമയമെടുത്ത് തന്നെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമ്മുടെ മുഖത്തൊക്കെ നല്ല രക്തഓട്ടം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സ്പീഡിന് ചെയ്തിട്ട് പോകുമ്പോൾ എന്തോ നമ്മുടെ മുഖത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന പോണക്കായിരിക്കും. അപ്പം നമ്മൾ സമയമെടുത്ത് പെതുക്കെ വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. നല്ലതുപോലെ ഇങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കണേ. നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ജോ ലൈനൊക്കെ തെളിയുന്നതിന് വേണ്ടിയും ഈ ഒരു മസാജ് സഹായിക്കും. നമ്മൾ ഇപ്പം ഈ എണ്ണയൊക്കെ അലർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുഖത്ത് കുരുക്കളൊക്കെ വരും ഉള്ള ആൾക്കാരാണെങ്കിൽ തോനെ നേരം ഇങ്ങനെ മുഖത്തൊന്നും വെച്ചേക്കണ്ട. ഒരു കുറച്ച് നേരം എന്നാലും മസാജ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി തോനെ നേരം നമ്മുടെ മുഖത്ത് വെച്ചിട്ട് മസാജ് ചെയ്യണം. അതിന് ശേഷം കുറച്ച് നേരം ഒന്നും വെച്ചേക്കണ്ട. ഞാനൊരു കുറച്ച് നേരം ഒന്ന് വെച്ചിരുന്നു. കാരണം അതിൻ്റെയൊക്കെ ആ മുഖത്തെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് പിടിക്കാനൊക്കെ ആയിട്ട് പിന്നെ ഞാനൊരു ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അത് വെള്ളം ചൂടാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള വെള്ളമൊന്നുമല്ല, ഒരു ഇളം ചൂടുള്ള വെള്ളം, നമ്മുടെ മുഖം പൊള്ളരുത് ആ രീതിയിൽ ചൂടുള്ള വെള്ളത്തിൽ മുക്കിയാണ് ഞാൻ തുടച്ചെടുത്തത്. കാരണം നമ്മുടെ എണ്ണമയമെല്ലാം പോകണമല്ലോ. പിന്നെ അതിന് ശേഷം നമ്മളൊരു പാക്കാണ് തയ്യാറാക്കുന്നത്. പാക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ രക്തചന്ദനത്തിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് മിക്സ് ചെയ്യാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നാരങ്ങാനീര് ഉപയോഗിക്കാം, പിന്നെ തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാരങ്ങാനീരാണ്. അത് ഒരു ഹാഫ് നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു 2-3-4 ഡ്രോപ്പ്. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിനകത്ത് ഒഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ഞാൻ മുഖം തുടയ്ക്കാനായിട്ട് കൊണ്ടുവച്ച ഇളം ചൂടുവെള്ളം അതും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ആ കടലമാവിൻ്റെയൊക്കെ കട്ട കെട്ടി കിടക്കുന്ന അതൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് എണ്ണമയം ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ചൂടുവെള്ളം തൊട്ട് നമ്മൾ നല്ലതുപോലെ തുടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾക്ക് ഈ പാക്ക് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ എണ്ണമെഴുക്കും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും പെട്ടെന്ന് കുരുക്കൾ വരാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ടാണ് ചൂടുവെള്ളം തൊട്ട് തന്നെ മുഖം തുടയ്ക്കാൻ പറയുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ നല്ലതുപോലെ ഈ പാക്ക് ഇട്ട് കൊടുക്കണം. പാക്ക് ഇട്ട് കൊടുത്തിട്ട് അറിയാമല്ലോ, എപ്പോഴും പറയുന്ന പോലെ തന്നെ മുഖത്തിലും കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം.
20 മിനിറ്റിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യാം. എൻ്റെ പാക്ക് കണ്ട് 20 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അത് കണ്ട എങ്ങും ഒരു ഇതായിട്ടൊന്നുമില്ല, നല്ലതുപോലെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് വെള്ളം തൊട്ട് ഒന്ന് ആ ഉണങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളം തൊട്ടൊന്ന് അതൊന്ന് നനച്ച് കൊടുത്തിട്ട് വേണം നമുക്കത് റിമൂവ് ചെയ്യാൻ. ഞാനിവിടെ വെള്ളമൊക്കെ തൊട്ട് നല്ലതുപോലെ നനച്ച് കൊടുത്താണ്ട് റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് അതിശയം തോന്നി. ഞാനിത് പണ്ടെങ്ങാണ്ടൊരു പ്രാവശ്യം ഒന്ന് ചെയ്തിട്ടേ ഉള്ളൂ. എവിടെയോ ഒരു കല്യാണത്തിന് പോകാനും വേണ്ടി ഈ ഒരു പാക്ക് മാത്രമായിട്ടാണ് ചെയ്തത്. അന്നും നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ചെയ്തപ്പോൾ അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി കേട്ടോ. അത്രയും നമ്മൾ തുടച്ചെടുക്കുന്ന ഭാഗത്ത് തന്നെ ആ റിസൾട്ട് ഉണ്ടോ. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ ലൈവായിട്ട് തന്നെ തുടച്ചെടുക്കുക. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ പറയും പോയി മുഖം കഴുകിയിട്ട് വന്ന് എന്തോ മേക്കപ്പൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുവാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ തുടച്ചെടുക്കുക. ഞാൻ വെള്ളമൊന്നും തോനെയൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. ആ വെള്ളം എടുത്ത് ഞാൻ തുടച്ചെടുക്കുന്നത്. നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് ഒന്ന് സ്ക്രബ് എന്ന് പറഞ്ഞാൽ സ്ക്രബ് ചെയ്യേണ്ട, കാരണം ആ ഒരു രക്തചന്ദനത്തിൻ്റെ പൗഡറിനകത്ത് തരിപ്പുണ്ട്, തരിതരിയായിട്ടുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്യും, കാരണം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത ഒരു ഫേസ് അല്ലേ, അതിനകത്ത് ഇനി സ്ക്രബ് ചെയ്യുമ്പോൾ വീണ്ടും മുഖത്തിനൊരു ഇറിറ്റേഷൻ ആയാലോ നമ്മുടെ സ്കിന്നിന്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ക്രബ് ചെയ്യേണ്ടതെന്ന്. കണ്ട് നോക്ക്, ആ ഒരു റിസൾട്ട് തന്നെ കണ്ടോ, നല്ല അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ കഴുത്തേലിരുന്നത് എല്ലാം നമ്മൾ നന്നായിട്ട് അതേപോലെ തന്നെ ഒന്ന് നനച്ച് കൊടുത്തിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നിങ്ങളെൻ്റെ ഫേസ് നോക്കണ്ടോ, ഒരു ഗ്ലോ കണ്ടോ, നല്ല രസമുണ്ട്. എൻ്റെ ചീക്കിൻ്റെ അവിടെ മൂക്കിലും എല്ലാം നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഗ്ലോ. ഞാനൊരു വേറെ ഒന്നും ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് വളരെ സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.